59ാമത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്ര ചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ച വൈകല്യ നിയന്ത്രണ പരിപാടി NBCP ആൻഡ് V1ന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 59ാമത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. 2025 മാർച്ച് 30 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് കൊട്ടിയം ഡ്രീംസ് മാൾ ചെയർമാൻ S. ഫത്തഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഏറ്റവും മനോഹരമായ ഒരു പ്രവൃത്തിയുടെ ഉദ്ഘാടന സെക്ഷനാണ് നടക്കുന്നത്. അതിലെ ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, അതോടൊപ്പം ഇതിൽ അസോസിയേറ്റ് ചെയ്ത് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അരവിന്ദ് കണ്ണാശുപത്രിയിലെ ബഹുമാന്യനായ ഡോക്ടർ, ഇതിനെല്ലാം അപ്പുറം മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു മഹാത്ഭുതമായി ഈ പരിപാടിയുടെ എല്ലാം മുഖ്യ സംഘാടകനായി സ്വന്തം ജീവിത സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ച് കഴിഞ്ഞ വർഷങ്ങളേറെയായി ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്ന ഈ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭുവൽ സിംഗ്, അതിൻ്റെ എല്ലാമായിട്ടുള്ള ശ്രീ ഭുവൽ സിംഗ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോടൊപ്പം കണ്ണിൻ്റെ കാഴ്ചയിലേക്കും പ്രതിസന്ധി എത്തിയപ്പോൾ അതിന് സഹായകരമായി കിട്ടുന്ന സഹായത്തിലൂടെ ശസ്ത്രക്രിയ നടത്തി കണ്ണിനെ സുഖപ്പെടുത്തി ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ഏറെ പ്രിയപ്പെട്ടവർ. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരുപാട് സമ്പത്തൊന്നുമില്ലെങ്കിലും ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ ചെയ്യണമെന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായി തൻ്റെ ജീവിത സമ്പാദ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ചെലവഴിക്കപ്പെട്ടുകൊണ്ടൊരു നാടിൻ്റെ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഈ അർത്ഥത്തിലും അതോടൊപ്പം വൃദ്ധജനങ്ങളെ ആകെ സംരക്ഷിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായി ജീവിതം നയിക്കുന്ന, ദൈവതുല്യമായി പോലും പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലേക്ക് മാറുന്ന ഈ ട്രസ്റ്റും അതിൻ്റെ നേതൃത്വവും, ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. എന്നെ ഫോണിൽ വിളിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചു, ചാത്തന്നൂർ അല്ലെങ്കിൽ കല്ലുവാതുക്കൽ ഇത്തരം പരിപാടിയിൽ ഞാൻ എന്തിനാണ് വരേണ്ടത്? സാധാരണ വരേണ്ട ആളിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളാണ് ഞാൻ. അല്ല സാറ് വരണം, എനിക്ക് സാറിനെ കുറിച്ച് അറിയാം. അപ്പോൾ അങ്ങനെയാണ് വന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചത് ഇതിൻ്റെ സമ്പത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചൊക്കെയാണ്. അപ്പം പുള്ളി പറഞ്ഞത് 4 ബാങ്കിൽ ഇപ്പോൾ ലോണുണ്ട്, ഞാൻ ചെയ്യുന്ന വർക്കുകൾ കിട്ടുന്ന ലാഭം മുഴുവൻ ഇതിനായി ചെലവഴിക്കപ്പെടുന്നു, ഒട്ടേറെ ബാധ്യതകളുണ്ട്, ചില നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളും ഈ ഇരിക്കുന്ന അമ്മമാരുടെയും സഹോദരങ്ങളുടെയും എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കാറുണ്ടെങ്കിലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സൂചിപ്പിച്ചു, 1000 ആളുകളെ നാം സഹായിച്ചാലും ആർക്കെങ്കിലും 500 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ കാലശേഷം ആ 500 രൂപയെക്കുറിച്ചായിരിക്കും നാട്ടിലെ മുഴുവൻ കഥയും. ഈ 1000 ആളുകളെ സഹായിച്ച കഥകൾ സഹായം ലഭിച്ചവരും അത് കണ്ടു നിന്നവരും എല്ലാം മറന്നുപോകും. അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ ഇപ്പം സൂചിപ്പിക്കപ്പെട്ടത്. ഇത്രയേറെ പ്രതിസന്ധിയിൽ സ്വന്തം പോക്കറ്റിലെ പണം മുടക്കി അല്ലെങ്കിൽ ഇതിന് അത്യാവശ്യം സഹായിക്കുന്ന ആളുകളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഈ സംവിധാനമെല്ലാം ഒരുക്കി ചികിത്സയ്ക്ക് കൊണ്ടുപോകുമ്പോൾ 2 പേരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. പ്രായമായ ആളുകളുടെ പ്രായാധിക്യത്തിൻ്റെ ഫലമായിട്ടുള്ള എടുത്തിയാട്ടമായി അതിനെ കാണുമ്പോഴും ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ഒരു നാടിനെ സ്നേഹത്താൽ നയിക്കുന്ന ആളിനൊപ്പം നിൽക്കുക എന്ന മനസ്സിൻ്റെ ഭാഗമാണ് നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ നാം നൽകുന്ന സന്ദേശം. രാവിലെ പരിപാടിക്ക് വരുമ്പോൾ ഞാനും ഇത്രയധികം ആളുകളെ ഒന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എത്രമാത്രം പ്രയാസമാണ് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമ്മൾ കഴിയുകയാണ്. ഓരോ ദിവസവും ഓരോ ദുരന്തങ്ങളിലൂടെയാണ് നമ്മുടെ നാട് നടന്നു പോകുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ഗവൺമെൻറ് ഒരു ജില്ലയാകെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി തറക്കല്ലിട്ട, നിങ്ങളുടെ എല്ലാം ഓർമ്മയിലും അനുഭവത്തിലും കടന്നു വരും. ഒരു ദിവസം ഉറക്കമുണർന്നപ്പോൾ വയനാടെന്ന് പറയുന്ന ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി, 100 കണക്കിന് ആളുകളെ കാണാതായി, ഇന്നും മൃതശരീരങ്ങൾ കണ്ടെത്തിയിട്ടില്ല. നമ്മൾ നേരിട്ടതാ. ഒരു ദിവസം ഉറക്കം എഴുന്നേറ്റപ്പോൾ കേരളം പ്രളയത്തിലായി, 100 കണക്കിന് ആളുകൾ മരണപ്പെടുന്നു. ലോകത്തെല്ലായിടവും കടന്നതുപോലെ കോവിഡ് പോലുള്ള മഹാദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു. ഇവിടെയെല്ലാം ഈ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനം ലോകത്തിന് മാതൃകയാകുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന, കാണുന്ന, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിന്റെ ഭാഗമായി മാത്രം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ ജീവിതാനുഭവത്തിലുള്ള മനുഷ്യസ്നേഹത്തിന്റെ ഉറവ പറ്റാത്ത ഒട്ടേറെ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവനിയോഗമായി നിങ്ങൾ ഓരോരുത്തരും കാണേണ്ടതെന്നാണ് ഇതിന്റെ ആമുഖമായി എനിക്ക് പറയാനുള്ളത്.
വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ഒരു മനുഷ്യന് ഒരു നേരം മാത്രം പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആരാധനാലയങ്ങൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ മോടി പിടിപ്പിക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി വിവിധ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായി ജനിച്ചുപോയി ജീവിത പ്രതിസന്ധികളിൽ തളർന്നുപോയി എന്ന കാരണത്താൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മമാരെ, സഹോദരങ്ങളെ, അച്ഛന്മാരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മാറ്റുവാൻ പണം ചെലവഴിക്കാൻ തയ്യാറാകാതെ ഇത്തരം ആഡംബരം പ്രവൃത്തികൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആളുകളുടെ കണ്ണുനീരൊപ്പുന്നതാണ് യഥാർത്ഥ ദൈവഹിതം, ദൈവത്തിലേക്ക് എത്താനുള്ള മാർഗമെന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം വളരെ മാതൃകാപരമാണ്. ആ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല, ഇന്നത്തെ പ്രഭാതം ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായി മാറും. അതിന് ഈ ചടങ്ങും ഇതിൽ എത്തിയിരിക്കുന്ന എല്ലാ ആളുകളുടെയും മനസ്സും ഇതിനെല്ലാം ഘടകമായി മാറി പ്രവർത്തിക്കുന്ന സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാന്റെ പ്രവർത്തനങ്ങളും എല്ലാം ഗുണകരമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, മനുഷ്യ നന്മയ്ക്ക് അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ഏതൊരു മനുഷ്യനാൽ നമ്മുടെ നാട്ടിൽ ചെയ്യപ്പെടുന്നുവോ അവരെ സമൂഹം എക്കാലവും ആദരിക്കപ്പെടും, അംഗീകരിക്കപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നും മനസ്സിലാക്കി കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ എത്തിക്കാൻ നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്താൽ, പ്രാർത്ഥനകളാൽ നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ ഉദ്ഘാടന സെക്ഷൻ അപ്പുറം ഇവിടെ നടക്കുന്ന മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന്, ഈ ചികിത്സയ്ക്ക് അതിലൂടെ കിട്ടുന്ന കാഴ്ചയിലൂടെ ഈ നാടിനെ നോക്കിക്കണ്ടുകൊണ്ട് നന്മയുടെ പുതിയ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടായി ഇദ്ദേഹത്തിനോടൊപ്പം കൈചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും അഭിമാനവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയോടെ അനുഗ്രഹത്തോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ടും അതിനെ ക്ഷണിച്ചതിനുള്ള സ്നേഹത്തെ, ഹൃദയത്തോട് ചേർന്നുള്ള സ്നേഹം അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തി വരുന്നുണ്ട്. ആകെ 750 പേർ പരിശോധന നടത്തിയ ക്യാമ്പിൽ നിന്നും 217 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റൂവൽ സിംഗ് എം, സമുദ്ര സാംസ്കാരിക കേന്ദ്രം കൺവീനർ RM ഷിബു, സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്ര പിള്ള, അരവിന്ദ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ ഹേമചന്ദ്രൻ. ക്യാമ്പ് 8 വർഷമായെങ്കിലും ഏറെ പ്രയാസമുള്ളൊരു ക്യാമ്പ് കഴിഞ്ഞ മാസത്തെ ക്യാമ്പായിരുന്നു. ഈ 265 ഓപ്പറേഷനും അവരുടെ കൂടെ പോകുന്ന ബൈസ്റ്റാൻഡ് ഉൾപ്പെടെ ഏതാണ്ട് 400 പുറത്ത് ആൾക്കാരെയാണ് ഇവിടുന്ന് തിരുനെൽവേലിയിലേക്ക് കൊണ്ടുപോകേണ്ടത്. ഇത് 2 പേരുടെ നിയന്ത്രണത്തിലാണ് ഈ അരവിന്ദ് കണ്ണാശുപത്രി കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായത്. പക്ഷെ കഴിഞ്ഞ മാസത്തെ ക്യാമ്പില് പല പ്രശ്നങ്ങളും പല സമയങ്ങളിലും ഉണ്ടായിട്ടെങ്കിലും കഴിഞ്ഞ മാസത്തെ ക്യാമ്പിൽ നടന്ന സംഭവം ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. നമ്മൾ ഇവിടുന്ന് പറഞ്ഞ് ഒരു ക്ലാസ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വിടുന്നതല്ല. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. 2 പേരെ കൺട്രോളിലാണ് ഇത് കൊണ്ടുപോകുന്നത്. ആ 2 പേര് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോയി ഒരു മദ്യക്കുപ്പിയുമായി ഹോസ്പിറ്റൽ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു രംഗം. മദ്യക്കുപ്പി എന്ന് പറയുമ്പോൾ നമ്മളിവിടെയൊക്കെ ഒരു പേപ്പറിട്ട് പൊതിഞ്ഞിട്ടായിരിക്കും ഈ മദ്യക്കുപ്പി നമ്മൾ കൊണ്ട് നടക്കുന്നത്. പക്ഷേ ആ പേപ്പർ പോലും ഇട്ട് പൊതിയാതെ ഹോസ്പിറ്റൽ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആ അച്ഛൻ മദ്യം കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടായി. നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച കിട്ടാൻ വേണ്ടിയാ അല്ലേ? അപ്പോൾ നിങ്ങൾ അത് ചിന്തിച്ചെങ്കിലും അവിടെ അത്തരം പ്രവർത്തനങ്ങൾ കാണിക്കാതിരിക്കാമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്തുവാ, ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു അമ്മ, ഓപ്പറേഷൻ കഴിഞ്ഞ് അരമണിക്കൂർ പോലും ആയില്ല. ഇപ്പൊ 2ആയിട്ടാണ് നമ്മളിപ്പോൾ ആളിന്റെ എണ്ണം കൂടിയതുകൊണ്ട് തിരികെ കൊണ്ടുവരുന്നത്. ചൊവ്വാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും കൂടെ വന്ന ഒരമ്മ ഓപ്പറേഷൻ രാവിലെ ചെയ്ത അമ്മയ്ക്ക് അന്ന് ചൊവ്വാഴ്ച വൈകുന്നേരത്തെ വണ്ടി കയറുവാനുള്ള അനുമതി കൊടുത്തപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരത്ത് ഓപ്പറേഷൻ ചെയ്ത് അരമണിക്കൂർ പിന്നിടാത്ത അമ്മയുടെ കഴുത്തിൽ തൂക്കിയിരുന്ന ബാൾജം, കൈ കെട്ടിയിരുന്ന ബാൾജം വലിച്ചു കളഞ്ഞിട്ട്
എനിക്ക് ഇപ്പം തന്നെ പോകണം എന്ന് നിർബന്ധമോടും ആ അമ്മ അവിടെ നിന്ന് പോവുകയുണ്ടായി. ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോവാണെന്ന് കൂടി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. സ്വന്തം കണ്ണ് പോലും നോക്കാതെ കൂടെ വന്ന അമ്മയോടെ പോകണമെന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും നടത്താൻ പാടില്ല. അമ്മയുടെ ഫോട്ടോ ഉൾപ്പെടെ, ആ അച്ഛൻ മദ്യക്കുപ്പി വായി നിൽക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ എനിക്ക് അന്ന് തന്നെ അയച്ചു തന്നിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഓരോരുത്തരെയും കണ്ണിൻ്റെ കാഴ്ച കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമായി ഞങ്ങൾ അന്നും പറയുന്നോളൂ ഇന്നും പറയുന്നോളൂ. നിങ്ങളുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ അച്ഛന്മാരെ അമ്മമാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് ഇവിടെ വരണം എന്ന് മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഇനി ഉണ്ടാവരുത്. അത് ഞങ്ങൾക്ക് ഏറെ താങ്ങാൻ കഴിയില്ല. ചിലപ്പോൾ ഈ ക്യാമ്പ് തന്നെ നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ കാരണം മറ്റൊരാളുടെ കണ്ണിൻ്റെ ചികിത്സ നിഷേധിക്കുന്ന ഒരു തരത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്ത് അപേക്ഷിക്കാനുള്ളൂ. സമുദ്ര ട്രസ്റ്റ് ഈ നേത്ര ചികിത്സാ ക്യാമ്പ് മാത്രമല്ല നടത്തുന്നത്. തൊട്ടടുത്തായി നാഷണൽ ഹൈവേയുടെ സൈഡിലായിട്ട് 41ഓളം പ്രായമായ അച്ഛന്മാരും അമ്മമാരും താമസിക്കുന്ന ഒരു ഇടം കൂടിയുണ്ട്. ഇന്ന് ഏതാണ്ട് 5 വർഷം പിന്നിടുകയാണ്. ഈ 5 വർഷം കൊണ്ട് ഏതാണ്ട് 41 പേരല്ല അവിടെ വന്നു പോയത്. 300-ൽ പുറത്ത് ആളുകൾ അവിടെ വന്നുപോയി. ചില നിയമ പോരാട്ടങ്ങൾ നടത്തി, മക്കളെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി, ചില കേസുകൾ എടുത്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ തിരികെ അവർ വീടുകളിലേക്ക് കൊടുക്കുകയാണ് ഞങ്ങൾ നടത്തി വന്നത്. വയോജന കേന്ദ്രം എന്ന ആ സ്ഥാപനത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇതിനെ മാക്സിമം തുടച്ചു നീക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. ഈ പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് ഈ വയോജന കേന്ദ്രം 2ആയിട്ട് മാറ്റണമെന്ന ഒരു നിയമം ഞങ്ങൾക്ക് വേണ്ടി വന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് താമസിക്കണം എന്ന് പറയുമ്പോഴും അതിനുവേണ്ടി പുതിയൊരു മന്ദിരം 3.5 കോടി രൂപ മുടക്കിയാണ് അതിന്റെ നിർമ്മാണം നടന്നു വരുന്നത്. ഏതാണ്ട് 42 ലക്ഷം രൂപയാണ് ഈ നാട്ടിലെ ജനങ്ങൾ എനിക്ക് വേണ്ടി സഹായിക്കുവാൻ, എൻ്റെ സാമ്പത്തികം അവർക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പുതിയ മന്ദിരം നിർമ്മിക്കുവാൻ വേണ്ടി ആ നിർമ്മിക്കുന്ന മന്ദിരത്തിന്റെ എല്ലാ റൂമുകളും ജനങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുക. ബാക്കി 3 കോടി രൂപ ഞാനുമായിട്ടാണ് അതിന്റെ പ്രവർത്തന അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അത്യാധുനിക സൗകര്യമാണ്, ലിഫ്റ്റ് ഉൾപ്പെടെ ചെയ്തിരിക്കുകയാണ്. 1-2 കാര്യങ്ങൾ പണികൾ മാത്രം പൂർത്തീകരിച്ചാൽ എത്രയും പെട്ടെന്ന് ആ അച്ഛന്മാരെ ആ പുതിയ മന്ദിരത്തിലേക്ക് താമസിക്കാൻ വേണ്ടിയുള്ള പെടാപ്പാടിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇത്തരം പ്രശ്നങ്ങൾ എന്നെ അഭിമുഖീകരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ആംബുലൻസ് സർവീസ് ഉണ്ട്. ഒരാളിന്റെ കയ്യിൽ നിന്ന് പോലും 8 വർഷമായിട്ട് ഞാൻ ഒരു മുട്ടായിയുടെ പൈസ വാങ്ങിയിട്ടില്ല. ഒരു ദിവസം 3 RCS ഓടിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം സാധാരണക്കാർക്ക് വേണ്ടിയാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് തുടങ്ങിയ അന്ന് മുതൽ ഞാനൊരു അലമാര സ്ഥാപിച്ചിട്ടുണ്ട്. ആ കാഷ്വാലിറ്റി ഫ്രണ്ടിൽ ചെന്നാൽ കാണാം. ഒരാൾ ആക്സിഡന്റ് സംഭവിച്ചാലോ മരണപ്പെട്ടാലോ പുതിയ വസ്ത്രങ്ങൾ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ കയ്യിലെ സമ്പാദ്യം ഉണ്ടായിട്ടല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 100 കണക്കിന് ചെറുപ്പക്കാര് ഇതിനെ സഹായിക്കാൻ വേണ്ടിയുണ്ട്. ഇത് തന്നെ ഇന്നലെ തന്നെ ഇത്രയും സജ്ജീകരണം ഇവിടെ ചെയ്ത് ഇവിടുന്ന് വേണ്ടുന്ന വാളണ്ടിയർമാർ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്യാമ്പ് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ. ഒട്ടനവധി പ്രവർത്തകരാണ് സമുദ്രതീരത്തിൽ വന്നു പോകുന്നത്. ആ സമുദ്രതീരത്തിലെ അച്ഛന്മാരെ അമ്മമാരെയും കാണുവാൻ വേണ്ടിയും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒട്ടനവധി പ്രമുഖരായ വ്യക്തികൾ വന്നു പോയിട്ടുണ്ട്. അതിന് ഉപരിയാണ് ഇന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ ഉമയലൂർ ബാങ്കിന്റെ മുൻ പ്രസിഡന്റും ആ നാടിന് ഒട്ടനവധി പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനം ഉൾപ്പെടെ നടത്തുവാനും ഇന്ന് കൊട്ടിയത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ കഴിഞ്ഞ ടൈംസിന്റെ ചെയർമാൻ കൂടിയായ ഫദ്ലുൽ സാറിനെ ഈ യോഗത്തിന്റെയും ഈ നേത്ര ചികിത്സാ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്നേഹത്തോടു കൂടി ഞാൻ സമുദ്ര ട്രസ്റ്റിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇന്ന് യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് എഴുത്തുകാരനും ഗാന രചയിതാവും അതിനുപരി സമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിന്റെ കൺവീനറും അവിടുത്തെ അച്ഛന്മാർക്ക് വേണ്ടുന്ന പരിപാടികൾ സംഘടിപ്പിക്കുവാനും
അവിടെ ഒട്ടനവധി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനും നേതൃത്വം നൽകുന്ന ആർമി ഷിബുവിനെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ സമുദ്ര തീരത്തിന്റെ പ്രസിഡന്റ് സമുദ്രയുടെ എല്ലാ പരിപാടികളിലും അവിടുത്തെ കുടുംബത്തിലെ എല്ലാ അച്ഛന്മാരുടെയും സേവനത്തിനു വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന സമുദ്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ് കൂടിയ ശരത്ചന്ദ്രപിള്ള സാറിനെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അരവിന്ദ് കണ്ണാശുപത്രി കോർഡിനേറ്റർ കൂടിയ മാധവൻ സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കേമേന്ദ്ര സാറ്, ഈ സാറിനെ ആണ് ഈ അരവിന്ദ് കണ്ണാശുപത്രിയുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് കോർഡിനേഷൻ ചെയ്യുന്നത്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തിനെയും സമുദ്രയുടെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഏതാണ്ട് രാവിലെ വെളുപ്പിന് ഏതാണ്ട് 3 മണിക്കൂർ തൊട്ട് ഇവിടെ ആള് ക്യൂ ആണ്. നിങ്ങളെ കണ്ണിന്റെ ചികിത്സയ്ക്ക് വേണ്ടി എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ റൂബൽ സിംഗ്, എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ശരത്തണ്ണൻ, ക്യാമ്പിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന അരവിന്ദ് കണ്ണാശുപത്രിയുടെ ഹേമേന്ദ്ര സാറ്, യോഗത്തിൽ പങ്കെടുക്കുന്ന മാധവൻ സാറ് അടക്കമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലമായി ആയിരക്കണക്കിന് രോഗികളുടെ അവരുടെ ജീവിത പ്രയാസങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ഈ നാട്ടിലെയും എല്ലാവിധ ജനങ്ങളുടെയും വളരെയേറെ പിന്തുണയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹായങ്ങളും എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിൽ ശക്തമായി നേതൃത്വത്തിൽ നിൽക്കുന്ന ശ്രീ റൂബൽ സിംഗ് അടക്കം അവരുടെ ആ ഒരു ടീം വർക്കാണ് ഈ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് ഈ നിലയിൽ മുന്നോട്ട് പോകുന്നതിന് സഹായകരമായിട്ടുള്ളത്. ഫത്തഹുദ്ദീൻ സാർ, നമ്മുടെ അരവിന്ദ് കണ്ണാശുപത്രിയിലെ ഇരുന്നൽവേലി സെക്ഷൻ്റെ കോർഡിനേറ്റർ മാധവൻ സാറ്, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മൾ 59ാമത് സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈ ക്യാമ്പിന് വേണ്ടിയിട്ടുള്ള ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഈ ക്യാമ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ കൊട്ടിയം ഡ്രീംസിൻ്റെ ചെയർമാനും ഒരു സാമൂഹിക പ്രവർത്തനവുമായ നമ്മുടെ ഫത്തഹുദ്ദീൻ സാറിന് ഈ സമയത്ത് ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തതിന് നമ്മുടെ സമുദ്രതീരത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷൻ ഷിബു സാർ, അദ്ദേഹം ഒരു എഴുത്തുകാരനും ഗാനരചയിതാവും അതുപോലെ തന്നെ സിനിമാ ലോകത്തേക്ക് പുതിയതായിട്ട് കാലെടുത്ത് വയ്ക്കുന്നതുമായൊരു യുവ പ്രതിഭയാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. അദ്ദേഹത്തെ ഞാൻ സമുദ്രതീരത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതേ കണക്ക് തന്നെ നമ്മളെ ചെയർമാൻ, നമ്മളെല്ലാമായ ചെയർമാൻ, അദ്ദേഹത്തിന് ഞാൻ സമുദ്രതീരത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ അരവിന്ദ് കണ്ണാശുപത്രിയിൽ നിന്നും ഇവിടെ വന്ന ഇരുന്നൽവേലിയുടെ കോർഡിനേറ്ററായ മാധവൻ സാറ്, അദ്ദേഹത്തിനും ഞാൻ ഈ സമുദ്രതീരത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവാത്ത ഒരാളുണ്ട്. എല്ലാ ക്യാമ്പിലും ഇവിടെ വന്ന് നമ്മുടെ കൂടെ സഹകരിക്കുകയും ഇത്രയും പേരെ ഇവിടുന്ന് കൊണ്ടുപോയി അവരുടെ സർവ്വ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഓപ്പറേഷൻ ചെയ്ത് തിരിച്ച് ഇവിടെ എത്തിക്കുന്ന നമ്മുടെ ഹേമേന്ദ്ര സാറ് ഇവിടെ നിൽപ്പുണ്ട്. ആ സാറിനും നമ്മുടെ സമുദ്രതീരത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ഈ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ അച്ഛനമ്മമാരും സഹോദരങ്ങൾക്കും അതുപോലെ തന്നെ അരവിന്ദ് കണ്ണാശുപത്രിയിൽ നിന്ന് എത്തിയ നമ്മുടെ ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ്, ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. മാധവൻ, ഡോക്ടർ ആര്യ, ഡോക്ടർ കല്യാണി, ഡോക്ടർ ലവ് സൗമ്യ, ഡോക്ടർ ചക്രബോറ്റി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി.